നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി സുഖിയൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാൻ ഞാൻ ഇവിടെ പയറെടുത്തുകൊണ്ട് കഴുകി ഒരു കുക്കറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതേ സമയം കൊണ്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് മൈദയൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, കുറച്ച് മഞ്ഞൾപ്പൊടി, വറുത്ത അരിപ്പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര പാനിയാക്കി ഇതും ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഏലക്കയുടെ കുരു, ജീരകം, പഞ്ചസാര എന്നിവ ചേർത്തൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇതേ സമയം നമ്മുടെ പയർ ഇവിടെ വെന്തിട്ടുണ്ടാകും. നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര പാനിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഏലക്ക പൊടിച്ച് വെച്ചും കൂടി ഇതേ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ള അവലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പയർ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. എന്നിട്ട് തയ്യാറാക്കി വെച്ച ഉരുളകൾ ഒന്ന് മാവിലേക്ക് മുക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെച്ച് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് നമുക്ക് ഉരുളകളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ച് തയ്യാറാക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി സുഖിയൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ബൈ ബൈ.